ഹേ ഗായ്സ്, വെൽക്കം ബാക്ക്. നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ വെബ് ഡെവലപ്മെൻറ്റിൻ്റെ ഒന്ന് രണ്ട് രീതികളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇതിനു മുമ്പ് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു എങ്ങനെ വെബ്സൈറ്റ് വർക്ക് ചെയ്യുന്നു എന്നുള്ളത്. ആ ഒരു വീഡിയോ കണ്ടിട്ട് ഈ ഒരു വീഡിയോ കാണുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി കാര്യങ്ങൾ വ്യക്തമായിട്ട് മനസ്സിലാവും. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ കഴിഞ്ഞ വീഡിയോയിലല്ല കുറച്ച് മുമ്പ് ചെയ്ത വീഡിയോ ആണ്. ആ വീഡിയോയിൽ ഞാനിങ്ങനെ ക്ലയൻറ്റ് എന്താണെന്നും സെർവർ എന്താണെന്നും ഈ ക്ലയൻറ്റും സെർവറും തമ്മിലുള്ള ആ ഒരു ഇൻട്രാക്ഷൻ കാര്യങ്ങൾ എങ്ങനെ വർക്ക് ചെയ്യുന്നതെന്നൊക്കെ ഞാൻ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനെക്കുറിച്ച് നമുക്കൊരു ഐഡിയ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്കിപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന കാര്യങ്ങൾ കറക്റ്റായിട്ട് മനസ്സിലാവും. അപ്പോൾ കാണാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ബ്രീഫായിട്ട് പറയാം. ക്ലയൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ബ്രൗസർ, സെർവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വെബ്സൈറ്റിൻ്റെ ഫയൽസ് കാര്യങ്ങളൊക്കെ സ്റ്റോർ ചെയ്ത് വെച്ചേക്കുന്ന ഒരു കമ്പ്യൂട്ടർ ഇപ്പോൾ പല ഹോസ്റ്റിംഗ് പ്രൊവൈഡേഴ്സ് നമുക്ക് മേടിക്കാം. ഹോസ്റ്റിംഗ് എന്നും പറയും കേട്ടോ, സെർവറിന് ആ ഒരു ഹോസ്റ്റിംഗ് സ്പേസ് അല്ലെങ്കിൽ വെബ് സെർവർ എന്നൊക്കെ നമ്മൾ പറയും. അപ്പോൾ ഈ ക്ലയൻറ്റും സെർവറും തമ്മിലുള്ള ഇൻട്രാക്ഷനാണ് നമുക്കൊരു വെബ്സൈറ്റ് ലോഡ് ചെയ്ത് നമുക്ക് നമ്മുടെ ബ്രൗസറിൽ കാണാൻ സാധിക്കുന്നത്. ക്ലയൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ബ്രൗസർ, അതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഇനി നമുക്ക് ജസ്റ്റ് ഇവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിപ്പോൾ ഗൂഗിളിൻ്റെ സൈറ്റാണ്. ഇപ്പോൾ ഗൂഗിളിൻ്റെ സൈറ്റ് നമ്മൾ നോക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റുന്ന ഈ കാര്യങ്ങളില്ലേ, അതായത് ഗൂഗിളിൻ്റെ ഇമേജ് കാണാം, ഇവിടെ ടെക്സ്റ്റ് ഫീൽഡ് ഉണ്ട്, ബട്ടൺസ് ഉണ്ട്, ഇവിടെയും കുറച്ച് ബട്ടൺസ് ഉണ്ട്, ഇവിടെ കുറച്ച് ഡ്രോപ്പ് ഡൗൺ ഉണ്ട്, അങ്ങനെ കുറേ കാര്യങ്ങൾ നമുക്കിവിടെ കാണാൻ പറ്റുന്നില്ലേ. അപ്പോൾ കാരണം നമുക്കിങ്ങനെ കണ്ടാലല്ലേ നമുക്ക് ഇൻട്രാക്ട് ചെയ്യാൻ പറ്റുള്ളൂ. നമുക്ക് ഇവിടെ ക്ലിക്ക് ചെയ്ത് നമുക്ക് ആവശ്യമുള്ള പോലെ നമുക്ക് സെർച്ച് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഈ ഒരു ഇൻട്രാക്ഷൻ കിട്ടണമെന്നുണ്ടെങ്കിൽ ഇങ്ങനൊരു ഫ്രണ്ട് എൻഡ് കാര്യങ്ങൾ വേണം. അതായത് ഫ്രണ്ടിൽ ഒരു ഡിസൈനും കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്ക് വേണം. അതിനെയാണ് ഫ്രണ്ട് എൻഡ് ഡെവലപ്മെൻറ്റ് എന്ന് പറയാം. മനസ്സിലായോ? ഈ ഡിസൈനും ഈ ലേഔട്ടും ഈ ബട്ടൺ പ്ലേസ്മെൻറ്റും ഇതൊക്കെ ചെയ്യുന്ന ആ ഒരു ഡെവലപ്മെൻറ്റിനെയാണ് ഫ്രണ്ട് എൻഡ് ഡെവലപ്മെൻറ്റ് എന്ന് പറയാം. ഇത് ചെയ്യുന്ന ആളുകളെയാണ് അല്ലെങ്കിൽ ഡെവലപ്പേഴ്സിനെയാണ് ഫ്രണ്ട് എൻഡ് ഡെവലപ്പേഴ്സ് എന്ന് പറയാം. ഓക്കെ അല്ലേ? അപ്പോൾ നമുക്ക് കാണുന്ന കാര്യങ്ങൾ ഉണ്ടാക്കുന്ന ആളുകളാണ് ഫ്രണ്ട് എൻഡ് ഡെവലപ്പേഴ്സ്, അല്ലെങ്കിൽ ആ ഒരു പ്രോസസ്സാണ് ഫ്രണ്ട് എൻഡ് ഡെവലപ്മെൻറ്റ്. അപ്പോൾ ഇവിടെ എന്തൊക്കെയാണ് മെയിനായിട്ട് ഉപയോഗിക്കുന്നത്? HTML ഉപയോഗിക്കുന്നുണ്ട്, CSS ഉപയോഗിക്കുന്നുണ്ട്, ജാവാസ്ക്രിപ്റ്റ് ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ HTML എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ഒരു ലേഔട്ട് കണ്ടില്ലേ. ഇപ്പോൾ ഇവിടെ മുകളിൽ ഒരു ഹെഡർ പോലെ അതിൻ്റെ റൈറ്റ് സൈഡിൽ 4 ബട്ടൺ അതിനെ ലേഔട്ട് ചെയ്തു. പിന്നെ ഒരു ഇമേജ് വരുന്നുണ്ട്, പിന്നെ ഒരു ഇൻപുട്ട് ഫീൽഡ് വരുന്നുണ്ട്, പിന്നെ 2 ബട്ടൺ, പിന്നെ ഒരു ചെറിയൊരു ലിങ്ക്, പിന്നെ ചെറിയൊരു ടെക്സ്റ്റ്, അത് കഴിഞ്ഞിട്ട് കുറച്ചും കൂടി ലിങ്കുകൾ. അപ്പോൾ ഇത് ലേഔട്ട് ചെയ്തേക്കണത് HTML വെച്ചിട്ടാണ്. ഇപ്പോൾ നമ്മളിങ്ങനെ ഹോവറൊക്കെ ചെയ്യുമ്പോൾ ഒരു ഷാഡോയും, പിന്നെ നമുക്ക് ഇവിടെ ഒരു ഐക്കൺ, അതിൻ്റെ കളറും, പിന്നെ ഇവിടെ ഒരു ഇമേജും അതൊക്കെ വരുന്നില്ലേ, അതൊക്കെ CSS വെച്ചിട്ടുണ്ടാക്കണം. ഒക്കെ മനസ്സിലായില്ലേ? HTML വെച്ചിട്ട് ലേഔട്ട് ഉണ്ടാക്കണം, CSS വെച്ചിട്ട് അതിന് വേണ്ട കളറും ഡിസൈനും ഷാഡോയും കാര്യങ്ങളൊക്കെ കൊടുക്കണം, അതിന് സ്റ്റൈൽ ചെയ്യണം. ഓക്കെ, ഇവിടെ നമ്മൾ ഈ ഒരു ബട്ടൺ കണ്ടില്ലേ, ഇത് ക്ലിക്ക് ചെയ്യുമ്പോൾ വേറൊരു സാധനം വന്നില്ലേ, വേറൊരു ഡ്രോപ്പ് ഡൗൺ പോലെ വന്നില്ലേ. അപ്പോൾ നമുക്കിവിടെ സ്ക്രോൾ ചെയ്ത് ഇതിൽ വേണ്ടത് എങ്ങനെയാണെന്ന് വെച്ചാൽ കണ്ടുപിടിക്കാൻ പറ്റണില്ലേ. അത് ജാവാസ്ക്രിപ്റ്റ് വഴി ചെയ്തേക്കുന്നത്. ഇവിടെ ഒരു ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇങ്ങനെ ഒരു വിൻഡോ ഒരു ചെറിയൊരു പോർഷൻ ഓപ്പണായി വരുന്നത്, അത് ചെയ്യുന്നത് ജാവാസ്ക്രിപ്റ്റ് വെച്ചിട്ടാണ്. അപ്പോൾ മെയിൻലി HTML CSS ജാവാസ്ക്രിപ്റ്റ് വെച്ചിട്ടായിരിക്കും ഒരു ഫ്രണ്ട് എൻഡ് ഡെവലപ്പർ വർക്ക് ചെയ്യുക. അപ്പോൾ മനസ്സിലായോ? അപ്പോൾ ഫ്രണ്ട് എൻഡ് ഡെവലപ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ഞാൻ ഒന്നും പറയാം, നമുക്ക് കാണുന്ന, അതായത് യൂസറിൻ്റെ വ്യൂ, അതായത് യൂസറിൻ്റെ പെർസ്പെക്റ്റീവ്, അല്ലെങ്കിൽ യൂസറിൻ്റെ ആ ഒരു നമ്മൾ കാണുന്ന കാര്യങ്ങൾ ഉണ്ടാക്കുന്ന ഒരാളാണ് ഫ്രണ്ട് എൻഡ് ഡെവലപ്പർ. അതുണ്ടാക്കുന്നതിനെയാണ് പറയാം ഫ്രണ്ട് എൻഡ് ഡെവലപ്മെൻറ്റ് എന്ന് പറയാം. അപ്പോൾ ഈ ഇതിൽ തന്നെ ഇപ്പോൾ ഞാൻ CSS ഇതിനെ സ്റ്റൈൽ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നു പറഞ്ഞില്ലേ, ഈ CSSനെ നമ്മൾ തന്നെ എല്ലാം എഴുതാതെ തന്നെ നമുക്കത് കുറച്ചും കൂടി സ്പീഡപ്പ് ആക്കി സ്റ്റൈലുകളൊക്കെ ഓൾറെഡി ഇംപ്ലിമെൻറ്റ് ചെയ്ത് വെച്ചേക്കുന്ന കുറേ ഇതുണ്ട്. അതിനെയാണ് ഫ്രെയിം വർക്കുകൾ എന്ന് പറയാം. അപ്പോൾ മനസ്സിലായോ? അതിൻ്റേതായ ബട്ടൺസ് ഉണ്ട്. ഫോർ എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ബൂട്ട്സ്ട്രാപ്പ് ഒരു CSS ഫ്രെയിം വർക്കാണ്. നമുക്ക് വെബ്സൈറ്റ് ഉണ്ടാക്കാൻ പറ്റിയ CSS ഫ്രെയിം വർക്കാണ്. അപ്പോൾ ഇവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ എക്സാമ്പിൾസ് എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഇവിടെ നോക്കിയാൽ കാണാൻ പറ്റും. ഇത് ബൂട്ട്സ്ട്രാപ്പ് വെച്ച് ഉണ്ടാക്കിയേക്കണതാണ്. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് നോക്കുകയാണെങ്കിൽ ഇതിൻ്റേതായ ബട്ടണുകളുണ്ട്, ഇതിൻ്റേതായ ടെക്സ്റ്റ് സ്റ്റൈലുകളുണ്ട്, ഇതിൻ്റേതായ കളർ കോമ്പിനേഷൻസ് ഉണ്ട്. അപ്പോൾ അത് നമ്മുടെ വർക്ക് ഫ്ലോ എളുപ്പമാക്കാൻ, വർക്ക് ഫ്ലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു വെബ്സൈറ്റ് ഉണ്ടാക്കാനായിട്ട് നമ്മുടെ കാര്യങ്ങൾ എളുപ്പമാക്കുന്ന ഒരു ഫ്രെയിം വർക്കാണ് ബൂട്ട്സ്ട്രാപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് മെയിൻലി ഉപയോഗിക്കുന്നത് HTML CSS ജാവാസ്ക്രിപ്റ്റ് ആണ്. അതായത് ഇപ്പോൾ നമുക്ക് ഗൂഗിളിൻ്റെ പോലെ ഈ ഒരു സംഗതി നമ്മളെല്ലാം താഴേന്ന് ഉണ്ടാക്കി വരണമെന്നുണ്ടെങ്കിൽ അതൊരു ഇത്തിരി പാടാണ്. അപ്പോൾ മെയിനായിട്ട് ഇത് ഉപയോഗിക്കണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനൊരു സൂത്രം കാണിച്ചു തരാം. ഇപ്പോൾ ഇത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ വേണ്ട, ഞാനിത് ക്ലോസ് ചെയ്തിട്ട് ഇപ്പോൾ നോക്കിയേ, ഇതിനെ ഇതിപ്പോൾ നമ്മുടെ മൊബൈലിലൊക്കെ എടുത്താൽ ഏതാണ്ട് ഈ ഒരു ഷേപ്പിലല്ല കിട്ടുക. ഇപ്പം ഞാൻ അത് മാറ്റുന്നതിനനുസരിച്ച് ഇതിന് വലിയ പ്രശ്നങ്ങളൊന്നും വരണില്ല. അപ്പോൾ ഇങ്ങനെ കട്ടായി പോവാണ്ടിരിക്കുന്ന
പ്രോസസ്സിനെയാണ് പറയുക റെസ്പോൺസീവ് വെബ്സൈറ്റുകൾ എന്ന് പറയാം. അപ്പോൾ റെസ്പോൺസീവ് വെബ്സൈറ്റുകളൊക്കെ ഇങ്ങനത്തെ ഫ്രെയിം വർക്കുകൾ ഉണ്ടെങ്കിലാണ് നമുക്ക് ഉണ്ടാക്കാൻ എളുപ്പം. മനസ്സിലായി? നമ്മൾ തന്നെ എല്ലാം ചെയ്ത് വരുമ്പോൾ അത് കുറച്ച് ടൈം എടുക്കുന്നത് മാത്രമല്ല, നമ്മൾ തന്നെ ഒരു കുറച്ച് പ്രോബ്ലം മറ്റ് കഴിവ് വരാൻ ചിലപ്പോൾ. അപ്പോൾ ഇങ്ങനത്തെ ഫ്രെയിം വർക്കുകൾ ഉപയോഗിക്കുന്നത് നല്ലതാണ്. അപ്പോൾ ഇതിനെയാണ് CSS ഫ്രെയിം വർക്കുകൾ എന്ന് പറയാം. ഇതുപോലത്തെ കുറേ ഫ്രെയിം വർക്കുകളുണ്ട്. ബൂട്ട് സ്ട്രാപ്പ് വൺ ഓഫ് ദ പോപ്പുലർ ആണ്. പിന്നെ മെറ്റീരിയലൈസ് എന്ന് പറഞ്ഞ ഫ്രെയിം വർക്ക് ഉണ്ട്. പിന്നെ UI കിറ്റ് എന്ന് പറഞ്ഞ ഫ്രെയിം വർക്കാണ്. അങ്ങനെ കുറേ ഫ്രെയിം വർക്കുകൾ നമുക്ക് ഓൺലൈനിൽ അവൈലബിൾ ആണ്. ഓക്കെ, അപ്പോൾ ഈ ഫ്രെയിം വർക്കുകളൊക്കെ ഉപയോഗിച്ചിട്ടായിരിക്കും ഇതിൻ്റെ ഡിസൈനും കാര്യങ്ങളൊക്കെ ക്രിയേറ്റ് ചെയ്യുക. ഓക്കെ, ഇനിയിപ്പോൾ നിങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഞാൻ ഹൗ ടു എന്ന് അടിച്ചില്ലേ, അപ്പോൾ ഇവിടെ എനിക്ക് കുറേ സജഷൻസ് വന്നു. അതെങ്ങനെ വരണേ? അതും ഫ്രണ്ട് എൻഡ് ഡെവലപ്പ് ഈ കാണുന്നതിലുള്ളതാണോ? അല്ല, ഈ വരുന്ന ഈ സജഷൻസ് സെർവറിൽ നിന്ന് വരുന്നതാണ്. മനസ്സിലായോ? സെർവറിൽ നിന്ന് വരുന്നതാണ്. അപ്പോൾ ഇത് സെർവറിൽ നിന്ന് എങ്ങനെയാണ് വരുന്നത്, അതെങ്ങനെ കൊടുക്കാൻ പറ്റണേ? അപ്പോൾ ഇവിടെ ഫ്രണ്ട് എൻഡ് ഡെവലപ്പർ ഒരു കാര്യം ചെയ്ത് വയ്ക്കും. അതായത് ഇവിടെ ഞാനിപ്പോൾ ഹൗ ടു എന്നല്ല അടിച്ചത്. അപ്പോൾ ഫ്രണ്ട് എൻഡ് ഡെവലപ്പർ അതനുസരിച്ച് കോഡ് ചെയ്ത് വെച്ചിട്ട് മനസ്സിലാക്കും, ഓക്കെ ഞാൻ ഹൗ ടു എന്നാണ് ഇപ്പോൾ ഇൻപുട്ട് ഫീൽഡിൽ അടിച്ചത്. അപ്പോൾ എന്ത് ചെയ്യണം? ഓൺ സ്പോട്ട് ഞാൻ സെർവറിൽ പോയിട്ട് അതിന് വേണ്ട സജഷൻസ് എടുത്ത് എനിക്ക് ഫ്രണ്ട് എൻഡിൽ കാണിച്ചു തരേണ്ടതുണ്ട്. ഓക്കെ, അപ്പോൾ അതിനുള്ള കാര്യങ്ങളും ഫ്രണ്ട് എൻഡ് ഡെവലപ്പേഴ്സ് തന്നെ ചെയ്യാം. പക്ഷേ സെർവറിൽ ചെന്നിട്ട് നമ്മൾ ചോദിക്കും, പക്ഷേ എനിക്ക് ആ ഹൗ ടുവിൻ്റെ കുറച്ച് സജഷൻസ് തന്നെ, ഒരു 10-25 സജഷൻസ് തന്നെയെന്ന് ചോദിക്കും. അപ്പോൾ സെർവറിന് അത് മനസ്സിലാവണം. ഓക്കെ, അപ്പോൾ അതനുസരിച്ച് സെർവർ ഹൗ ടു വെച്ച് നോക്കി കൊണ്ടൊക്കെ ആ സെർവറിൽ നിന്ന് ഡാറ്റാ ബേസിൽ നിന്ന് ആ ഡാറ്റ എടുത്ത് ഫ്രണ്ട് എൻഡിലേക്ക് കൊടുക്കണം, ക്ലയൻറ്റിലേക്ക് കൊടുക്കണം. അത് ചെയ്യുന്ന ഡെവലപ്മെൻറ്റിനെയാണ് ബാക്ക് എൻഡ് ഡെവലപ്മെൻറ്റ് എന്ന് പറയാം. അത് നമുക്ക് കാണാനൊന്നും പറ്റില്ല, അത് സെർവറിൽ ചെയ്ത് വെക്കുന്നതാണ്. മനസ്സിലായോ? നമുക്ക് ആവശ്യാനുസരണം ക്ലയൻറ്റ് ഓരോന്ന് ആവശ്യപ്പെടുമ്പോൾ അതനുസരിച്ച് സെർവർ നമുക്ക് റെസ്പോൺസ് തരും. അപ്പോൾ അതിന് വേണ്ട കുറച്ച് കോഡിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്ത് വെക്കുന്നതാണ് ബാക്ക് എൻഡ് ഡെവലപ്മെൻറ്റ്. അത് ചെയ്യുന്ന ഡെവലപ്പേഴ്സിനെയാണ് ബാക്ക് എൻഡ് ഡെവലപ്പേഴ്സ് എന്ന് പറയാം. ഓക്കെ, അങ്ങനെയാണ് ഇപ്പോൾ എല്ലാ രീതിയിലും വെബ്സൈറ്റുകൾ വർക്ക് ചെയ്യുന്നത്. ഇപ്പോൾ ബാക്ക് എൻഡ് ഡെവലപ്മെൻറ്റിലാണെങ്കിൽ പോലും നമുക്ക് പല രീതിയിൽ നമുക്ക് ചെയ്യാം. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ പൈത്തൺ യൂസ് ചെയ്ത് ചെയ്യാം, ജാവ യൂസ് ചെയ്ത് ചെയ്യാം, ജാവ സ്ക്രിപ്റ്റ് യൂസ് ചെയ്ത് ചെയ്യാം. പിന്നെ എന്താ പറയുക, അങ്ങനെ കുറേ 1-2 ഒരുവിധം നല്ല ലാംഗ്വേജുകളൊക്കെ വെച്ച് നമുക്ക് സെർവർ ഉണ്ടാക്കാൻ അല്ലെങ്കിൽ സെർവർ സൈഡ് പ്രോഗ്രാമിംഗ് ചെയ്യാൻ പറ്റും. ഇതിനും ഫ്രെയിം വർക്കുകളുണ്ട്. ഞാൻ കുറച്ച് നേരം മുമ്പ് പറഞ്ഞില്ലേ, ഫ്രണ്ട് എൻഡ് ഡെവലപ്മെൻറ്റും അതിൻ്റേതായ കുറച്ച് ഫ്രെയിം വർക്കുകളും കാര്യങ്ങളുണ്ടെന്ന്. അതുപോലെ ബാക്ക് എൻഡ് ഡെവലപ്മെൻറ്റ് ഇപ്പോൾ ഞാൻ ഈ പറഞ്ഞ ഈ ലാംഗ്വേജുകൾക്കും അതിൻ്റേതായ ഫ്രെയിം വർക്കുകളുണ്ട്. ഇപ്പോൾ പൈത്തൺ ആണെങ്കിൽ ജാങ്കോ, ഇപ്പോൾ അല്ലെങ്കിൽ ജാവ സ്ക്രിപ്റ്റിനാണെങ്കിൽ നോഡും എക്സ്പ്രസ്സും, പിന്നെ PHP ആണെങ്കിൽ ലാറാവൽ, അല്ലെങ്കിൽ ജാവ ആണെങ്കിൽ സ്പ്രിങ്, അങ്ങനെ കുറേ ഫ്രെയിം വർക്കുകൾ അതിനുണ്ട്. മനസ്സിലായോ? ആ ഫ്രെയിം വർക്കുകൾ ഇപ്പോൾ ഞാൻ കുറച്ച് മുമ്പ് എന്താ പറഞ്ഞത്, ഫ്രെയിം വർക്കുകൾ എന്തിനു ഉപയോഗിക്കുന്നത്? നമ്മുടെ ആ ഒരു വർക്ക് ചെയ്യുന്ന കാര്യങ്ങൾ എളുപ്പമാക്കാൻ, നമുക്ക് പെട്ടെന്ന് കാര്യം നടന്നു കിട്ടാൻ, അതിനാണ് ഫ്രെയിം വർക്കുകൾ ഉപയോഗിക്കുന്നത്. അവരുടേതായ രീതിയിൽ സിൻടാക്സുകളും കാര്യങ്ങളൊക്കെ ആയിട്ട് കുറച്ച് കാര്യങ്ങൾ ഓൾറെഡി ബിൽഡ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. അതനുസരിച്ച് നമ്മളെടുത്ത് യൂസ് ചെയ്യണം. അപ്പോൾ അതിനെയാണ് ഫ്രെയിം വർക്കുകൾ എന്ന് പറയുന്നത്. അപ്പോൾ ബാക്ക് എൻഡ് ഡെവലപ്മെൻറ്റ് എന്താണെന്ന് പഠിച്ചു, ഫ്രണ്ട് എൻഡ് ഡെവലപ്മെൻറ്റ് എന്താണെന്ന് പഠിച്ചു. ഓക്കെ, ഇപ്പോൾ ഇത് രണ്ടും ചെയ്യുന്ന കുറച്ച് പേരുണ്ട്. അവരെയാണ് ഫുൾ സ്റ്റാക്ക് ഡെവലപ്പേഴ്സ് എന്ന് പറയാം, അല്ലെങ്കിൽ ഫുൾ സ്റ്റാക്ക് ഡെവലപ്മെൻറ്റ് എന്ന് പറയാം. അതായത് ഫ്രണ്ട് എൻഡും ബാക്ക് എൻഡും ചെയ്യും. അപ്പോൾ ഫ്രണ്ട് എൻഡ് ചെയ്യാൻ കുറച്ചും കൂടി താല്പര്യം ഉണ്ടാവുക ഈ ഡിസൈനിനോട് ഒരു ഇതുള്ളവർക്കായിരിക്കും അത് ചെയ്യാൻ താല്പര്യം ഉണ്ടാവുക, പെട്ടെന്ന് അവർക്ക് ക്യാച്ച് ചെയ്ത് കിട്ടും. സെർവറിൻ്റെ ഒരു ബാക്ക് എൻഡ് എന്നൊക്കെ പറയുമ്പോൾ അത് ഈ പ്രോഗ്രാമിംഗ് ചെയ്യാനും ഡാറ്റാബേസിൻ്റെ ഡാറ്റ ഹാൻഡിൽ ചെയ്യാനൊക്കെ ആയിട്ട് താല്പര്യമുള്ളവർക്കായിരിക്കും ആ ഒരു സൈറ്റിലേക്ക് പോകാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് either ഫ്രണ്ട് എൻഡ് പഠിക്കാം, അല്ലെങ്കിൽ ബാക്ക് എൻഡ് പഠിക്കാം, അല്ലെങ്കിൽ ഇത് രണ്ടും പഠിക്കാം. നിങ്ങളുടെ ആ ഒരു ഇഷ്ടം പോലെ ഇത് രണ്ടും ആ ഒരു രീതിയിൽ അതിൻ്റേതായ ഗുണങ്ങളും അതിൻ്റേതായ കാര്യങ്ങളൊക്കെ ഉള്ളതാണ്. ഫുൾ സ്റ്റാക്ക് ആണെങ്കിൽ ആവാൻ പറ്റിയ അത്ര നല്ലത്, കാരണം നമുക്ക് ഫ്രണ്ട് എൻഡും ബാക്ക് എൻഡും മാനേജ് ചെയ്യാൻ പറ്റി കഴിഞ്ഞാൽ അത്ര നല്ലതല്ലേ. അപ്പോൾ ഇതാണ് നമ്മുടെ വെബ് ഡെവലപ്മെൻ്റ് ആ ഒരു മെയിനായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ, മീൻസ് ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ. പിന്നെ ഫ്രണ്ട് എൻഡിൽ ഇപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ബൂട്ട് സ്ട്രാപ്പ് അങ്ങനെ കുറച്ച് കാര്യങ്ങൾ ഫ്രെയിം വർക്ക് എന്ന് പറഞ്ഞില്ലേ, അതുപോലെ തന്നെ ഉള്ള കുറച്ച് ഫ്രെയിം വർക്കുകളാണ് ആംഗുലർ, റിയാക്ട്, വ്യൂ, അതുപോലെ തന്നെ ഇപ്പം എന്താ പറയുക jQuery ഒക്കെ. മനസ്സിലായ ഈ ഫ്രെയിം വർക്കുകളും അതിൻ്റേതായ ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കും. ഞാൻ പറഞ്ഞ ബൂട്ട് സ്ട്രാപ്പും പിന്നെ ഇപ്പം എന്താ പറയുക UI കിറ്റും കാര്യങ്ങളൊക്കെ ഡിസൈൻ പരമായിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഫ്രെയിം വർക്കുകൾ, അതായത് ബട്ടൺ ആഡ് ചെയ്യുക, പിന്നെ അവരുടേതായ കളർ കോമ്പിനേഷൻസ് ആഡ് ചെയ്യുക, അതിനൊക്കെ. പക്ഷേ ആംഗുലറും റിയാക്ട് എന്നൊക്കെ പറയുന്നത് അത് വേറെ രീതിയിലുള്ള ഫ്രെയിം വർക്ക്, അതായത് നമുക്ക് നമ്മുടെ സെർവറിൽ നിന്ന് ഡാറ്റ ഫെച്ച് ചെയ്യാനും ആ ഡാറ്റ ഡിസ്പ്ലേ ചെയ്യാനും അതിനൊക്കെ എളുപ്പകരമാക്കുന്ന കുറച്ച് ഫ്രെയിം വർക്കുകളാണ് ആംഗുലറും പിന്നെ റിയാക്റ്റും Vue.js ഒക്കെ. അപ്പോൾ മനസ്സിലായില്ല. അപ്പോൾ നിങ്ങൾക്കൊരു ക്ലിയർ കട്ട് ഐഡിയ ആയില്ലേ ഡെവലപ്മെൻറ്റ് കാര്യങ്ങൾ എന്തൊക്കെയാണെന്നൊക്കെ. അപ്പോൾ നിങ്ങൾക്ക് കാര്യം എന്താണെന്ന് മനസ്സിലായെന്ന് പ്രതീക്ഷിക്കുന്നു. എന്തെങ്കിലും ഡൗട്ടുകളും കാര്യങ്ങളുണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ പറയാം, നമുക്കതനുസരിച്ചുള്ള ഡീറ്റെയിൽസ് തരാം.
ഓക്കെ, അപ്പോൾ നിങ്ങളത് അറിഞ്ഞിരിക്കുന്നത് വളരെ നല്ലതാണ്. വളരെ നല്ലതല്ല അറിഞ്ഞിരിക്കണം. കാരണം നമ്മളിനിപ്പോൾ തിങ്കളാഴ്ച തൊട്ട് കോഴ്സ് തുടങ്ങാൻ പോകുമല്ലേ. അപ്പോൾ വെബ് ഡിസൈനിങ് ആണ് തുടങ്ങാൻ പോകുന്നത്. അത് കഴിഞ്ഞിട്ട് വെബ് ഡെവലപ്മെൻറ്റ് വരും, അങ്ങനെ കുറേ കാര്യങ്ങൾ അവിടെ വരും. അപ്പോൾ നിങ്ങളത് അറിഞ്ഞിരിക്കുന്നത് വളരെ നല്ലതാണ്. നിങ്ങൾക്ക് മനസ്സിലായെന്ന് പ്രതീക്ഷിക്കുന്നു. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ, താങ്ക് യു.